ഞാനൊരു പാർട്ടി ഒന്നും അല്ലാത്ത ഒരാള് ഇന്നത്തോടു കൂടി ആ പാർട്ടിയെ വെറുത്ത് എന്നുള്ള രീതിയിലായി തോന്നി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നേതാവുള്ള ഒരു പാർട്ടിയാണ്. ഓക്കെ, ഞാൻ പാർട്ടിയൊന്നും മെൻഷൻ ചെയ്യുന്നില്ല, കാരണം മെൻഷൻ ചെയ്യാത്തൊന്നുമില്ല. ഈ പാർട്ടിനെ മെൻഷൻ ചെയ്താൽ നാളെ ഇപ്പൊ എന്റെ വണ്ടി ഉണ്ടാവില്ല, ഓഫീസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. സെയിൽസിന് ഇറങ്ങിയപ്പോ മൂന്നടിയാന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പാർട്ടിയുടെ പരിപാടി, ഒരു രാഷ്ട്രീയ പാർട്ടി. അപ്പൊ ആ പരിപാടിക്ക് എനിക്ക് കാരണം എനിക്ക് എന്റെ സെയിൽസ് കുറച്ച് തടസ്സപ്പെട്ടു. ഒരു 5-6 കട എനിക്ക് മിസ്സായി കയറാൻ പറ്റിയില്ല. അത് പിന്നെ റമദാൻ, അപ്പൊ നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മ വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളെ കയ്യിലാണ്. 3 അടുത്ത് തന്നെ നമ്മളെ വീടും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ഈ താഴെയായിട്ട് അവിടെ ബ്ലോക്കിൽ പെട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കയറാന്ന് വിചാരിച്ച് എനിക്ക് ഒരു 5-6 ഷോപ്പ് എനിക്ക് മിസ്സായി, കയറാൻ പറ്റില്ല. കാരണം എനിക്ക് വീട്ടിലേക്ക് എത്താൻ വേണം റമദാനായതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു വെച്ച് കഴിഞ്ഞാലേ 2 തരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പുതിയ ആൾക്കാരോട്, അതായത് യുവതലമുറ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അതായത് പണികൾ പല രീതിയിലും വരും, നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ പല രീതിയിലും പല കാര്യങ്ങളും എങ്ങനെ വേണേലും വരാം. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതെ, അതായത് നമ്മൾ ഒരു ദിവസത്തെ ഇൻകം പോണത് ഒരു 5-6 ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു നല്ലൊരു ഇൻകം തന്നെയാണ്. 1. 2 എന്ന് പറയുന്നത്, ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി, ഏത് പാർട്ടിയോ ഒന്നുമല്ലട്ടെ, ഞാൻ ഒരു പാർട്ടിക്കാരനുമല്ല. ഒരു രീതിയിൽ ഞാൻ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നിങ്ങൾ എന്താണ് ഈ ഒരു പരിപാടി കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു പരിപാടി വെച്ച് കഴിഞ്ഞാല് ആളുകൾ നിങ്ങളുടെ പാർട്ടിയിൽ കൂടുതൽ ചേരും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ സംഭവം വിജയിക്കും എന്നൊക്കെ വെച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ ആ ഉദ്ദേശം തെറ്റാണ്. അതായത് ഞാനൊരു പാർട്ടി ഒന്നും അല്ലാത്ത ഒരാള് ഇന്നത്തോടു കൂടി ആ പാർട്ടിയെ വെറുത്ത് എന്നുള്ള രീതിയിലായി. കാരണം ഒരു സാധാ കോമൺ മാൻ എന്നുള്ള നിലയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എന്റേതായ കാര്യങ്ങൾക്ക് എനിക്ക് പണിയെടുത്ത് എന്റെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് നിങ്ങൾ തടസ്സപ്പെടുത്തുന്നു ചെയ്യണേ. എന്റെ മാത്രമല്ല, അവിടെ എത്രയോ വണ്ടികളുണ്ടായി, നാഷണൽ ഹൈവേ ആണ്. ആ റോട്ടിൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചിന്തിച്ചുകൂടെ? നിങ്ങൾക്ക് പരിപാടി ഏതെങ്കിലും പറമ്പിലോ എവിടെയെങ്കിലും ആൾക്കാർ കാണേണ്ടവര് കണ്ട് പങ്കെടുക്കേണ്ടവർ പങ്കെടുത്ത് പോകൂലേ? ഈ ജനങ്ങളെ സേവിക്കേണ്ടവര് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതുണ്ടെങ്കിൽ തെറ്റാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ് ചെയ്യണേ. ഞാനിപ്പോ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവര് ചിലവര്, അതായത് പ്രത്യേകിച്ച് പുതിയ ആൾക്കാര്, യുവതലമുറ എന്തായാലും വിചാരിക്കും എന്താ പ്രാന്ത് ഇതൊക്കെ എന്ന് പറയാൻ. അതായത് ഞാനും ഇന്ന് വൈകുന്നേരം വരെ ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത് ഒരു വീഡിയോ വെക്കുമ്പോൾ. പക്ഷെ അവനാന്റെ അനുഭവം വരുമ്പില്ലേ അപ്പോഴത് മനസ്സിലാവുള്ളൂ. കണ്ണില്ലാത്തവന്റെ വേദന കണ്ണില്ലാത്തവന് തന്നെ മനസ്സിലാവുള്ളൂ. ആരൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് കണ്ണില്ലാത്തവൻ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവന്റെ ചോറിൽ മണ്ണ് വാരിടുമ്പോ വലിയ